നല്ല പടമായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. സൈക്കോ ത്രില്ലിംഗ് ഒന്നും അങ്ങനെ പറയുന്ന ഇല്ല. സൈക്കോ ത്രില്ലിംഗ് അല്ല, ത്രില്ലിംഗ് ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിലാണ്. ഇൻവെസ്റ്റിഗേഷൻ മോഡാണ്. ബാക്കി മീൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി എന്താണ് അടുത്ത് വരുന്നതെന്നൊക്കെ. പ്രഡിക്ഷൻ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അഭിനയവും കാര്യങ്ങളൊക്കെ അഭിനയമൊക്കെ നന്നായി. പടം സൂപ്പറായിരുന്നു. ചാക്കോച്ചൻ പൊളിച്ചു. എന്താണ് ഒരു ത്രില്ല് അടിപ്പിക്കുന്നുണ്ടോ പടം? ത്രില്ല് നമുക്ക് ഷാഹി കബീറിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ പോലെ ആ ഒരു പോലീസ് സ്റ്റോറി ആ ഇത് തന്നെയല്ലേ? ഓക്കെ ഓക്കെ. ചാക്കോച്ചനൊക്കെ എങ്ങനെയുണ്ട്? ചാക്കോച്ചൻ കിടിലായിരുന്നു. കുഴപ്പമില്ല, നല്ലതായിട്ട് അടിപൊളി പടമായിരുന്നു. ആഫ്റ്റർ ഓഫീസർ ഓൺ ഡ്യൂട്ടി അടിപൊളി. ചാക്കോച്ചിൻ്റെ വേറൊരു ലെവല് പടം. പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു പടം. ഫുൾ എൻഗേജിങ് ആയിരുന്നു. 2.5 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. വേറെ ലെവല് സാധനം. ഫുൾ അടിപൊളി പടം. കളിക്കിട്ടുണ്ട്. പേട്ടിട്ട് അതിനേക്കാളും നല്ല പടം. എന്തോ പെർഫോമൻസ് ഓക്കെയാണ്. നല്ല സിനിമയായിരുന്നു. നല്ല പടം. പിന്നെ നല്ല ചാക്കോച്ച് അടിച്ചു പൊളിച്ചിരിക്കുന്നു. നല്ല പടം. ഓഫീസർ ഡ്യൂട്ടിയൊക്കെ ശേഷമുള്ള തിരിച്ചു വരും. സൂപ്പർ. എല്ലാവരും നന്നായി വെച്ചിരിക്കും. മമ്മൂട്ടി മൂലം പേട്ടിയായിട്ട് അതിനേക്കാളും നല്ല പടം. ചാക്കോച്ചൻ കലക്കിയിട്ടുണ്ട്. സൂപ്പർ. എനിക്ക് ഇഷ്ടം. നല്ല പടമാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ പോലത്തെ പടമാണ്. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ? നന്നായിട്ടുണ്ട്. ചാക്കോച്ച അടിപൊളിയായിട്ട് ചെയ്തു. ത്രില്ലർ അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അന്ധവിശ്വാസം റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്. എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൊള്ളാം, പടം കൊള്ളാം. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് കൊള്ളാം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ അത്രയും പറ്റിയില്ലെങ്കിലും പടം അത് കൂടെ കൊള്ളാം. നല്ലൊരു സ്റ്റോറിയുണ്ട്. പിന്നെ അതൊരു കഥയെ കൂടെ പുള്ളി കഥ എഴുതുന്ന പോലെ എഴുതി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു രസമുണ്ട്. പുള്ളിയുടെ വൈഫായിട്ട് അഭിനയിച്ച പെണ്ണും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കൂടെ ഒരു നല്ല എൻ്റർടൈനറാണ്. ചാക്കോച്ചൻ്റെ അഭിനയം വളരെ സൂപ്പർ. ശരിക്കും നല്ല ത്രില്ലടിപ്പിക്കും. വെരി നൈസ്. ഏറ്റവും സൂപ്പറായിട്ട് നമ്മൾ ആ ഇൻ്റർവെൽ വരെ പോയതുപോലും അറിയില്ല. അങ്ങനെ മൂവി. ത്രില്ലിങ് മോശമല്ലാന്നല്ല, ചില ഭാഗങ്ങൾ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുമെങ്കിലും പടം ക്ലൈമാക്സ് നന്നാക്കി എത്തിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ സൂപ്പറാണ്. കാര്യം വേറൊരു ചാക്കോച്ചനായിരുന്നു. കാര്യം ഒരു അവാർഡിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഉന്മാദം തന്നെ. ചാക്കോച്ചൻ സൂപ്പറാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി. ആവശ്യമില്ലാത്ത ഫൈറ്റും ചെറിയ വലിച്ചു നീട്ടൽ പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ വൺ ടൈം വാച്ചബിൾ ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ല. നല്ല റൈറ്റിംഗ് ആണ്. നല്ല എഡിറ്റിംഗ് ക്രിയേഷനൊക്കെ ഉള്ളത്. ഡ്യൂട്ടി അത്രയും നമുക്കൊരു ഡിഫറൻസ് പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി അവർ നല്ല രീതിയിൽ നമുക്കൊരു സീറ്റഡ് ത്രില്ലർ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് വീണ്ടും ഒരു സാധാ പോലെ ആയിപ്പോയി. അതിൻ്റെ ഒരു പ്രശ്നം തോന്നിയായിരുന്നു. അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ശരിക്കും ഒരു ഡിഫറൻസ് സംഭവമായിരുന്നു. ഞാൻ അത് കുറേ കൂടെ പ്രതീക്ഷിച്ചു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അത് കുറച്ച് ഡൗൺ ആയിപ്പോയി. സൂപ്പറാണ്. ചാക്കോച്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ചാക്കോച്ചൻ സൂപ്പറാണ്. അത് വെറൈറ്റി പടമാണ്. ചാക്കോച്ചൻ്റെ ഏത് പടം എല്ലാ പടം ഞാൻ കാണുന്ന ആളാണ്. വളരെ ഇഷ്ടമാണ്. ഉന്മാദം കൊള്ളാം. ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയാണ്. എങ്ങനെയുണ്ട് അഭിനയവും കാര്യങ്ങളൊക്കെ? നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ബോറടിക്കുന്നില്ല. ത്രില്ലിംഗ് ആണ്. സൂപ്പർ.